ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലാലേട്ടൻ്റെ റിലീസ് കൊണ്ട് തരംഗമായി മാറുന്ന ഒരു സിനിമയുണ്ട്. ദേവദൂതൻ സിനിമയാണ്. വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കും സിബി മലയിലിൻ്റെ പഴയ ക്ലാസിക് ആയിരുന്ന ഒരു സിനിമയും കൂടെ ഒന്നിച്ചിട്ട് അന്നത്തെ കാലത്ത് പൊട്ടിയെങ്കിലും ഇപ്പോൾ റിലീസിൽ ഇതൊരു കോളിളക്കം തന്നെ. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നമുക്കറിയാം, വയനാട് ദുരന്തമൊക്കെ ഉണ്ടായി, കേരളം ആകെ വിറങ്ങലിച്ച് എല്ലാവരും ദുരന്ത കണ്ണീരിൻ്റെ പുറത്ത് നിൽക്കുമ്പോഴും ദേവദൂതൻ സിനിമയ്ക്ക് അത്യാവശ്യം ഒരു ഗ്രിപ്പ് ഇപ്പോഴും കിട്ടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആദ്യം തന്നെ എനിക്ക് ഒരു വിഷമകാര്യം പറയാനുള്ളത്, വയനാടിൻ്റെ ആ ഒരു ദുഃഖത്തിനൊപ്പം നാം മലയാളികളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആ ഒരു കരുത്ത്, മലയാളി കരുത്ത് കാണിച്ചതിൽ എല്ലാ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ എല്ലാ മലയാളികൾക്കും ബിഗ് സല്യൂട്ട്. അതോടൊപ്പം തന്നെ നാളെയും എല്ലാ പ്രതിസന്ധികളിലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ച് പൊരുതി നേരിടണം എന്നുള്ളതും ഒരു ആശംസാവാചകമായിട്ട് ഞാൻ പറയുവാണ്. എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് മീഡിയാസിൻ്റെ ഭാഗത്തു നിന്നായാലും എല്ലാ മേഖലയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ലാലേട്ടനൊക്കെ ഇപ്പം ദുരന്ത ഭൂമിയിലേക്കൊക്കെ നാളെയോ മറ്റന്നാളോ ഒക്കെ എത്തുമെന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. മമ്മൂക്ക, ബാക്കി എല്ലാ പ്രധാനപ്പെട്ട നടന്മാരും അവരാലാവുന്ന വിധത്തിലുള്ള സഹായങ്ങൾ വയനാടിന് ഒരു കൈത്താങ്, അവരെയും കൊണ്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള സഹായഹസ്തവുമായിട്ട് എത്തുന്നു. ഒപ്പം ലാലേട്ടൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ വയനാട് നേരിട്ട് സന്ദർശിക്കും എന്നും കേൾക്കുന്നു. എന്തായാലും അവരുടെ എല്ലാ ആ ഒരു വലിയ മനസ്സിനൊപ്പം നമ്മളുടെ ഈ കൊച്ചു മനസ്സുകളും ആ വയനാട് ദുരന്തത്തിനൊപ്പം നമ്മളുടെ എല്ലാവരുടെയും സഹായഹസ്തം എത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും തന്നെ നമുക്ക് തിരിച്ച് സബ്ജക്റ്റിലേക്ക് വരാം. ദേവദൂതൻ സിനിമ ഇറങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇറങ്ങിയത്. ഇന്നലെയും കൊണ്ട് 7 ദിവസം കംപ്ലീറ്റ് ആയി. ഇന്നലെ 20 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നിപ്പം സ്ക്രീനുകളുടെ എണ്ണമൊക്കെ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ വെള്ളിയാഴ്ചത്തേക്ക് കടന്നപ്പോൾ 170 സ്ക്രീനോളം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും മാത്രം 170ലധികം സ്ക്രീനുകൾ ദേവദൂതൻ സിനിമയ്ക്ക് കിട്ടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്നുമല്ല, കുറേയധികം സിനിമ ഈ മഴക്കെടുതി മൂലം സിനിമകളുടെയൊക്കെ റിലീസ് മാറ്റി വെച്ചത് ദേവദൂതൻ സിനിമയ്ക്ക് അനുകൂലമായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഈ സ്ക്രീൻ കൗണ്ട് കൂടാനുള്ള പ്രധാന കാരണം എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. പിന്നെ അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ ഈ സിനിമ കാണാനായിട്ട് ഇപ്പം നിലവിലുള്ള സിനിമകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ആളുകൾ ദേവദൂതൻ സിനിമയ്ക്ക് വേണ്ടി കാണാനായിട്ട് ടിക്കറ്റ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഒരു ലക്കി മാനായിട്ട് അല്ലെങ്കിൽ ലക്കി സിനിമയായിട്ട് ദേവദൂതൻ സിനിമ അങ്ങോട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്ക് തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റും നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 25-നും 30-നും ഇടയ്ക്കുള്ള ഒരു സ്ക്രീൻ കൗണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ വെള്ളിയാഴ്ചയായിട്ടും. എന്തായാലും തന്നെ കേരളം, ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ 200-ലധികം സ്ക്രീനുകളാണ് ദേവദൂതൻ സിനിമയ്ക്ക് രണ്ടാമത്തെ വെള്ളിയാഴ്ച 8ാമത്തെ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് പ്രീസെയിലായിട്ട് 9 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ, പ്രീസെയിൽ കളക്ഷൻ മാത്രം വന്നിരിക്കുകയാണ്. അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് 20 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഇന്നത്തെ ദിവസം വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ കളക്ഷനോട് കൂടി 2,40 ലക്ഷം രൂപയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളും GCC എല്ലാം കൂടെ നോക്കുമ്പോൾ 40 ലക്ഷം രൂപയിലേക്കും എത്താനുള്ള സാധ്യതയുണ്ട് ഇന്നത്തെ കളക്ഷനോട് കൂടി. അങ്ങനെ നോക്കുമ്പോൾ 2,40 ലക്ഷം പ്ലസ് എല്ലാം കൂടെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ 2,80 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു പക്ഷേ ഇന്നത്തെ കളക്ഷൻ കഴിഞ്ഞ് നാളത്തെ കളക്ഷനോടുകൂടി തന്നെ 3 കോടി എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. 3 കോടി റേഞ്ചിലൊക്കെ ഈ സിനിമ നേടാൻ സാധ്യതയുണ്ടെന്നുള്ളത്. എന്തായാലും നാളത്തെ കളക്ഷനോടുകൂടി തന്നെ 3 കോടി എന്ന ആ മാന്ത്രിക സംഖ്യയിലേക്ക് ഒരു റിലീസ് സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച കളക്ഷനാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. അത് ചരിത്ര നേട്ടമായിട്ട് ഏറ്റവും നല്ലൊരു കളക്ഷൻ 3 കോടിയും താണ്ടി ചിലപ്പോൾ 3.5 കോടി രൂപയിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും ലാലേട്ടൻ്റെ ആ റിലീസ് മാജിക്ക് ഇനിയും ഒരുപാട് സിനിമകളിലൂടെ തുടരട്ടെ. ഒപ്പം വയനാടിനൊപ്പം നമുക്ക് ഒന്നിച്ച് പൊരുതി മുന്നോട്ട് പോകാം. ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ കൂടുതൽ കമൻറ്റൊക്കെ വന്നാൽ നല്ലതായിരുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.